മാർച്ച് മാസം ഒരു വ്യക്തികളുടെ മുമ്പിലും ഈ നക്ഷത്ര ജാതകർ തലകുനിക്കേണ്ടി വരില്ല. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഇവരെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ദൈവത്തിൻ്റെ നേരിട്ടുള്ളൊരിടപെടൽ ഈ മാർച്ച് മാസത്തിൽ ഇവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നാശനഷ്ടങ്ങളിൽ നിന്നൊക്കെ സ്വധൈര്യം കൊണ്ട് മുന്നേറുന്ന ഈ നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല. പൊതുജന സേവന രംഗത്തുള്ളവർക്ക് ജനസമ്മതിക്കുള്ള അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ശത്രുദോഷത്തിന് സാധ്യതയുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും. ശത്രുനാശവും ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് ധനനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സന്താന സൗഖ്യം, മനസ്സന്തോഷം, ദ്രവ്യലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഇനി അങ്ങോട്ട് ഉണ്ടാകും. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, അതുപോലെ തന്നെ കദളിപ്പഴ നിവേദ്യം, ദേവിക്ക് കടുംപായസം, നാഗരാജാവിന് സർപ്പസൂക്താർച്ചന എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇടവം രാശിയിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനലബ്ധി, കുടുംബസൗഖ്യം, തൊഴിൽ ലാഭം, ഭൂമി ലാഭം, ശത്രുനാശം, സന്തുഷ്ടി, അർത്ഥലാഭം, ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. സഹോദരങ്ങൾക്ക് ഉയർച്ച തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കും ഇടവരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും. രോഗപീഠ, ദ്രവ്യനാശം, മനക്ലേശം, യാത്രാദുരിതം, ദാമ്പത്യക്ലേശം, ദേഹ ഉപദ്രവം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും മാറിക്കിട്ടും. ഇവർ ദോഷപരിഹാരമായിട്ട് നാഗരാജാവിന് നൂറും പാലും, ഗണപതിക്ക് കറുകമാല, സുബ്രഹ്മണ്യന് കുമാരസൂക്ത പുഷ്പാഞ്ജലി, നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്യുക. ഇനി മിഥുനക്കൂറിലെ മകീരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ശാരീരിക രോഗപീഠ, ദുഷ്ടജന സംസർഗത്തിലൂടെ ദുരിതങ്ങൾ, കലഹം, ദാമ്പത്യക്ലേശം എന്നീ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഏറെക്കുറെ ഇതിൽ നിന്നൊരു പരിഹാരം ലഭിക്കേണ്ട ദിവസങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില സന്തോഷ അവസരങ്ങൾ ഉണ്ടാകും. അപമാന ശ്രവണത്തിന് സാധ്യതയുണ്ട്. മനക്ലേശം തുടങ്ങിയ ദുഃഖ അനുഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് ഗുണപരമായ അനുഭവങ്ങൾ ലഭിക്കാൻ വരുന്നതേ ഉള്ളൂ ഇവർക്ക്. ഇനി അങ്ങോട്ട് നല്ല ദിവസങ്ങൾ തന്നെയാണ്. ശത്രുനാശം, ദ്രവ്യലാഭം, കാര്യജയം, സൗഭാഗ്യം, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി ഉള്ള ചികിത്സ ഫലം കാണുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്നിവ കണ്ടു തുടങ്ങും. ബന്ധുജന സൗഖ്യം, അധികാരം, ധനലാഭം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, നാഗരാജാവിന് പാലും പഴവും, ഗണപതിക്ക് കറുകമാല, നാളികേരം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം.
ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദേഹാരിഷ്ഠിത ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം സാധിക്കുന്നതിൽ തടസ്സം, സന്താനങ്ങളുടെ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ, ദ്രവ്യനാശം, കലഹം, ദാമ്പത്യക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരന്തം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഏറെക്കുറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധ്യതകൾ ഈ ആഴ്ച വളരെ കൂടുതലാണ്. നല്ല ഗുണങ്ങൾ വന്നു കഴിയുമ്പോൾ ധനലാഭം, വസ്ത്രലാഭം, ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ദൈവകൃപയാൽ ഇവർക്ക് ലഭിച്ചു തുടങ്ങും. കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സമയമായതിനാൽ കുറച്ച് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് നെയ്വിളക്ക്, പാലഭിഷേകം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, കദളിപ്പഴം, തുളസിമാല, നാഗരാജാവിന് 100 പാലും എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ധനനേട്ടം, അപമാനത്തിൽ നിന്ന് മുക്തി, സ്ഥാനക്കയറ്റം, ആരോഗ്യം വീണ്ടെടുക്കൽ, അർദ്ധലാഭം തുടങ്ങിയ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ശത്രുപീഡയ്ക്ക് പകരം ചോദിക്കാൻ ഇവർക്കൊരവസരം ലഭിക്കും. ദുഷ്ടജന സംസർഗത്തിലൂടെ ജീവിതം നഷ്ടപ്പെടുത്താനും ദോഷ അനുഭവങ്ങൾക്കിടവരാനും സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം. കുടുംബസുഖം, സുഖലബ്ധി, ധനലബ്ധി, ബന്ധുജനങ്ങളുമായിട്ട് മെച്ചപ്പെട്ട സഹകരണം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന, നാരങ്ങാമാല, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, ഗണപതിക്ക് കറുകമാല, നളികേരം, നാഗരാജാവിന് പാലും പഴവും എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. യാത്രാ ദുരിതങ്ങളും കാര്യതടസ്സങ്ങളും മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. രോഗപീഡ, ശത്രുഭയം, മനോവ്യസനം തുടങ്ങിയ ദോഷ അനുഭവങ്ങളെ അതിജീവിക്കും. ദാമ്പത്യക്ലേശം ഒഴിവാക്കുവാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. എന്നാൽ സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ശത്രു നാശവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം നാഗരാജാവിന് 100 പാലും, ഗണപതിക്ക് കറുകമാല, നാളികേരം, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. ധനലബ്ധി, ആഭരണലബ്ധി, അർദ്ധലാഭം, വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ബന്ധുഗുണവും ഇവർക്ക് പ്രതീക്ഷിക്കാം. ശത്രുദോഷത്തിനിടവരാമെങ്കിലും ശത്രുജയവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പാലഭിഷേകം, നെയ്വിളക്ക്, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, കദളിപ്പഴം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രമിക്കുകയും വേണം. ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തായിരിക്കും. അതുപോലെ തന്നെ മനോവ്യസനം, രോഗക്ലേശം, ബന്ധുജന വിരോധം, രക്തസ്രാവം, ശത്രുപീഡ, അർത്ഥനാശം, കർമ്മഭംഗം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് ഒരു അറുതി ലഭിച്ചു തുടങ്ങും. സ്ത്രീസുഖം, ഗൃഹ ഉപകരണ ലാഭം, ധനാഗമത്തിൽ വർധനവ് തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം, ശ്രീകൃഷ്ണന് ത്രിമധുരം, തൃക്കൈവെണ്ണ, നാഗരാജാവിന് പാലും പഴവും, ഗണപതിക്ക് കറുകമാല, നാളികേരം ഉടയ്ക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മാനസിക അസ്വാസ്ഥ്യം, വാക്കുതർക്കത്തിന് അവസരം, ഉദരരോഗം, നേത്രരോഗം, വിഷാദങ്ങളിൽ നിന്ന് മോചനം, യാത്രാക്ലേശം, ധനനേട്ടം,
കാര്യതടസ്സം, സ്ത്രീകൾ മൂലം ഗുണങ്ങൾ, സുഖ അനുഭവങ്ങൾ, ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഫലങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ. തുല്യ ദോഷഫലങ്ങളും തുല്യ ഗുണഫലങ്ങളും ഇവർക്ക് മാറിയും തിരിഞ്ഞും വരും. കാര്യങ്ങളിൽ ചില ഉദ്ദേശിക്കുന്ന സമയത്ത് സാധിച്ചു കിട്ടുന്നതിൽ തടസ്സങ്ങൾ ഒന്നുമുണ്ടാകില്ല. കൂടുതലായിട്ട് ധനലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ജന്മനക്ഷത്ര ദിവസം ശിവന് ധാര, കൂവളമാല, ശ്രീകൃഷ്ണന് പാൽപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.